തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഫെനർബാച്ചെയും ജോസെ മൗറിനിയെ പുറത്താക്കിയിരിക്കുന്നു. ഇതോടെ അവസാനം പരിശീലിപ്പിച്ച 4 ക്ലബ്ബുകളാണ് ജോസെ മൗറിനിയെ പടിയിറക്കി വിട്ടത്. പക്ഷേ ഈ സാക്കിങ്ങുകളിൽ നിന്നെല്ലാം ജോസെ മൗറിനിയക്ക് ലഭിച്ചത് 88 മില്യൺ യൂറോസ്. അതെങ്ങനെയാണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ അങ്ങനത്തെ ഡെയിലി വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ്. സംഭവം തുടങ്ങുന്നത് ആദ്യം ചെൽസിയിൽ വെച്ചായിരുന്നു. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തതിനാൽ 2007 സെപ്റ്റംബർ 7 ചെൽസിയുടെ പടി ജോസെ മൗറിനിയ ഇറങ്ങി. ആ ഒരു ടൈമിൽ ജോസെ മൗറിനിയക്ക് ലഭിച്ചത് 18 മില്യൺ യൂറോസ് ആയിരുന്നു. പിന്നീട് 2013 റിയൽ മാഡ്രിഡിൽ നിന്നും പടിയിറങ്ങാൻ കാരണം മൗറിനിയോയുടെ കീഴിൽ ആ ഒരു വർഷം റിയൽ മാഡ്രിഡ് മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അപ്പോഴും മൗറിനിയോ 17 മില്യൺ എടുത്ത് സമ്പാദിച്ചു. റിയൽ മാഡ്രിഡിൽ നിന്നും പടിയിറങ്ങിയതിനു ശേഷം വീണ്ടും ചെൽസിയിൽ ജോയിൻ ചെയ്തെങ്കിലും 2015 മൗറിനിയോക്ക് കീഴിൽ ചെൽസിയുടെ മോശം പ്രകടനം കാരണം അദ്ദേഹത്തിന് ചെൽസിയുടെ പടി വീണ്ടും ഇറങ്ങേണ്ടി വന്നപ്പോഴും 8.3 മില്യൺ യൂറോസ് ലഭിച്ചു. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ടോട്ടൻഹാം, റോമ, ഇപ്പോൾ ഇതാ തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഫെനർബാഷെ 19.6, 15 മില്യൺ, 3 മില്യൺ, ഇപ്പോൾ ഇതാ 8 മില്യൺ. ഇതെല്ലാം ജോസെ മൗറിനിയോക്ക് ക്ലബ്ബിൽ നിന്നും ഇറങ്ങിയപ്പോൾ ലഭിച്ചതാണ്. ശരിക്കും ഓരോ ക്ലബ്ബുകളും ഇദ്ദേഹത്തെ സാക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹം ശരിക്കും തോൽക്കുകയായിരുന്നു അതോ വിജയിക്കുകയായിരുന്നു?